എന്താടാ? ഹായ് കൂട്ടുകാരെ, ദീദി ശ്യാമളക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൃഷിയൊന്നല്ല കേട്ടോ, ചൂണ്ടയിലിടുന്നതാ. ഞങ്ങളുടെ വീടിൻ്റെ അരികിലുള്ള തോട്ടിലാട്ടോ ഞങ്ങൾ മീൻ പിടിക്കണേ. ഞങ്ങളുടെ എല്ലാവരും ഉണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പൊന്നൂസ് പറഞ്ഞ പോലെ നമ്മളിന്ന് ഞായറാഴ്ചയായിട്ട് ചെറിയൊരു മീൻപിടുത്തമാണ് കേട്ടോ. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിലാണ് നമ്മളിന്ന് ചൂണ്ടലിടുന്നത്. ഇവിടെ പൊന്നൂസ് ആദ്യത്തെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പരലോ മറ്റോ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തുള്ളിച്ചാട്ടമാണ് അവൾക്ക് കാണുന്നത്. നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ വീട് കാണാൻ വരുന്നവർക്കൊക്കെ ഇഷ്ടം അവിടെ തന്നെയാണ്. കാരണം അവിടെ ചെറിയൊരു തോടും വയലിനപ്പുറം മലകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗി അവിടെയാണ്. പൊന്നൂസ് ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് കയറ്റുന്നുണ്ട് ചെറിയ മീനുകളെ. പൊന്നൂസിനാണ് കൂടുതൽ മീൻ കിട്ടുന്നത്. എന്തായാലും പൊന്നൂസ് പിടിച്ച മീനുകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവൾ ചെറിയ ചൂണ്ടൽക്കുളത്തിൽ മണ്ണീര കോർത്തിലാണ് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ മീനുകളാണ് അതിൽ കിട്ടാൻ സാധ്യത കൂടുതൽ. ഇതേപോലെയുള്ള ചെറിയ പരലുകളാണ് അവൾക്ക് കിട്ടുന്നത്. നമ്മളിന്ന് മീൻ പിടിക്കാൻ നിൽക്കുന്നത് ചെറിയ പരലിന് പിടിക്കാനല്ല. തോട്ടിൽ വലിയ മീനുകളുണ്ട്, അതിനെ കിട്ടുമെന്ന് നോക്കാനാണ് നമ്മളിന്ന് ശ്രമം. എന്തായാലും നമുക്ക് ശ്രമിച്ച് നോക്കാൻ കിട്ടുമെന്നുള്ളത്. പൊന്നൂസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് കയറ്റുന്നുണ്ട്. അവിടെ ഷെസുമോനക്ക് പറയാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഷെസുമോൻ കുറച്ച് വലുതാണ് തോന്നുന്നുണ്ട്. ഇല്ല, ചെറുത് തന്നെയാണ്. ഷെസുമോനക്കൊരു ചെറിയ പരലിനെ കിട്ടിക്കണത്. ആദ്യത്തെ മീൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അവനുള്ളത്. എന്തായാലും നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് ചൂണ്ടിൽ വാങ്ങിക്കുകയാണ്. ഷെസുമോൻ്റെ ചൂണ്ടിൽ നമ്മളിങ്ങ് വാങ്ങിച്ചു. നമുക്കതിൽ വലിയതിനെ കിട്ടുമെന്നുള്ള ശ്രമമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. എന്തായാലും നമ്മൾ വലിയ മീൻ പിടിക്കാൻ നമ്മൾ മണ്ണിരല്ല, വേറെ ആളെയാണ് കോർക്കാൻ ഉദ്ദേശിക്കുന്നത് ചൂണ്ടയിൽ. അതിനെ നമുക്ക് ആദ്യം കിട്ടുമെന്ന് നോക്കാം. നമ്മളിവിടെ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് ചാണകം ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഉദ്ദേശിച്ച ആളുണ്ടോ എന്ന് നോക്കുന്നത്. എന്തായാലും നമുക്കിവിടെ ഒന്ന് നോക്കി നോക്കാം നമ്മൾ ഉദ്ദേശിച്ചവനെ കിട്ടുമെന്നുള്ളത്. മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കാം ഇവിടെ കാണാനില്ല. എന്തായാലും കിട്ടും, അല്ലെങ്കിൽ നമ്മളെ തൊഴുത്തിലുണ്ടാവും. തൊഴുത്തിലെപ്പോഴും അവനെ കാണുന്നതാണ്. എന്തായാലും നമ്മുടെ തറവാട്ടിലാണ് നമ്മൾ തൊഴുത്തുള്ളത്. അവനെ കാണാനില്ല. കിട്ടിയിട്ടോ, ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ. ഇവനെ കോർത്തിട്ടാൽ ഇവൻ്റെ കളർ കണ്ടില്ല, വെള്ള കളറായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും. പിന്നെ ഇവനെ കൈക്കാലുകളൊക്കെ ഉള്ളതുകൊണ്ട് എനക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവനെ വരാലിനെ പിടിക്കാൻ ഏറ്റവും എളുപ്പമാണ്. വരാൽ ഇവനെ കണ്ട പെട്ടെന്ന് തന്നെ ചാടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ വരാലുള്ള കുളത്തിൽ ഇവനെ കോർത്തിട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വരാലിനെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കക്ഷി. ഇവനെ കോർത്തിട്ടാണ് നമ്മളിനി മീൻ പിടിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഇവന് കൈക്കാലൊക്കെ ഉള്ള നമ്മുടെ ഈ തെങ്ങൊക്കെ കുത്തുന്ന വലിയ കൊമ്പൻചെല്ലിയുടെ ലാർവയാണത്. ഇവനെ നമുക്ക് ഉപദ്രവകാരിയാണ്. ഇവനെ വെച്ചിട്ടാണ് നമ്മളിനി ചൂണ്ടിടാൻ പോകുന്നത്. ഇവനെ ജസ്റ്റ് ചൂണ്ടിൽ കോർത്തിട്ട് നമുക്ക് ഇട്ടാൽ മതി. എന്തായാലും നമുക്ക് വരാലിനെ കിട്ടാൻ സാധ്യതയുണ്ട്. മീൻ പിടിക്കാൻ കുറേ ആളുകൾ കേട്ടോ. അനിയനുണ്ട്, അനിയൻ്റെ മകനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് ഇവിടെ മീൻ പിടിച്ച് അടിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇവനെ കോർത്തിട്ട് വരാലുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്കും. നമുക്ക് നല്ലൊരു വരാലിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു വരാലാണ്. നല്ല അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മീനുള്ള കുളങ്ങളിൽ ഞാൻ നേരത്തെ കാണിച്ച ആ പുഴുവിനെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ വരാലടിക്കും. ഇവിടെ കുട്ടികളെല്ലാവരും ഓടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇത്രയും വലുത് കിട്ടിയ സന്തോഷമാണ് ആൾക്കൊക്കെ. അതുമാത്രമല്ല കേട്ടോ, ഈ മീനിനെ വീട്ടിൽ ഞാനും ഷെസുമോനാണ് കഴിക്കുന്ന ആൾക്കാർ, മറ്റാരും കഴിക്കാറില്ല. ഞങ്ങളാണ് ഇതിനെ ശരിയാക്കലും വറുക്കലും കഴിക്കലൊക്കെ. അതുകൊണ്ട് തന്നെ ഷെസുമോനക്ക് ഇതിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അവരാണുള്ളത് കഴിക്കണത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വരാല നമുക്ക് കിട്ടിയിട്ടുണ്ട്. വരാല നന്നായി വിഴുങ്ങിക്കളയും അതിൻ്റെ കൊക്ക് എല്ലാം. നമ്മൾ ആദ്യത്തെ വരാൽ നല്ല അടിപൊളി സാധനമായിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു വരാലാണ്. നാടൻ വരാലുകളാണ്, അപ്പോൾ അതിനുള്ള വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത് ഇത്ര സൈസൊക്കെ മാക്സിമം വരാറുള്ളൂ. എന്നാലും ഉള്ളതിൽ നല്ലൊരു വരാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് മീൻ പിടിക്കാൻ കുറേ ആളുകൾ കിട്ടും. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടെന്ന്. പൊന്നൂസ് ഇനി അടുത്ത വരാൽ ഞാൻ പിടിക്കുന്നുള്ള ആവേശത്തിലാണ് പൊന്നൂസ്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ കേട്ടോ. നമ്മുടെ ഇവിടെ കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ മീൻ പിടിക്കാനൊരു രസം വേറെ തന്നെയാണ്. നമ്മൾ അടുത്ത വരാലടിച്ചിട്ടുണ്ട്. ഷെസുമോൻ്റെ തുള്ളിച്ചാട്ടം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാലാണ്. ഷെസുമോനാണ്.
ഷെസുമോന് പേടിയുണ്ട്. എന്നാലും ഷെസുമോനെ ഈ കൂട്ടത്തിൽ മീൻ പിടിക്കാൻ കുറച്ച് ധൈര്യമുള്ള ഷെസുമോനാണ്. ഒതുക്കി പിടിക്കാനൊക്കെ ഷെസുമോനൊക്കെ അറിയും. അവന് മീൻ പിടിക്കാനൊരു താല്പര്യം കൂടുതലുണ്ട്. നല്ല ഇഷ്ടമാണ് അവന് മീൻ പിടിക്കാൻ. അതുകൊണ്ട് തന്നെ പേടിയില്ലാതെ അവന് പൊക്കാനൊക്കെ അവന് ധൈര്യമുണ്ട്. പിടിക്കുകയോ ചെയ്യും. അവന് കൈകൊണ്ട് പിടിക്കാനൊക്കെ അവനക്ക് ധൈര്യമുണ്ട്. എന്നിട്ട് നമുക്ക് കിട്ടിയ 2 വരാലുകൾ. വലിയ വരാലെന്ന് പറയാൻ പറ്റില്ല, കാരണം നാടൻ വരാലാണ്, പാടത്തുണ്ടാവുന്നതാണ്. നമ്മുടെ പാടത്തുണ്ടാവുന്ന വെച്ചിട്ട് മാക്സിമം വലിപ്പമുള്ള 2 വരാലുകളാണ്. എന്തായാലും നമുക്ക് അവരെ 2 പേരെ ഒന്ന് കാണാം. ഷെസുമോനെ അവരെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ദീദിയും ഷെസുമോനും കൂടിയിട്ട് മീനിനെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഷെസുമോന് കുറച്ചുകൂടി ധൈര്യം കൂടുതലുണ്ട്. അവന് സാധിക്കും. കണ്ടില്ലേ, അവൻ അതിനെ ഒതുക്കി പിടിക്കാനൊക്കെ ശ്രമിച്ചു നോക്കും. പിടിക്കാൻ പറ്റും അവന്. അവൻ്റെ തലയിൽ പോയിട്ട് ഒതുക്കി പിടിക്കാനൊക്കെ അവന് അറിയാം. പിടിക്കാനേ തല പിടിക്കടാ, തല പിടിക്കടാ, തല പിടിക്ക്. അങ്ങനെ പിടിക്ക്. ആ പൊതിക്കായി വാ. പിടിക്ക്, വീണ്ടും പിടിക്ക്. ഷെസുമോൻ കണ്ടോ, അതിൻ്റെ തല ഒതുക്കി പിടിക്കാനൊക്കെ അവന് കുറച്ചുകൂടി സാധിക്കും. അവൻ അതിനെ ഒതുക്കി പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കരുത്തുണ്ടാവും, വരാലാണല്ലോ. പക്ഷെ എന്നാലും അവനതിനെ വിടാതെ പിടിക്കാൻ അവനക്ക് സാധിക്കും. പൊന്നൂസിന് സാധിക്കില്ല. പൊന്നൂസ് അതിനെ കുഞ്ഞു കുട്ടികളെ കളിപ്പിക്കുന്ന പോലെ പോയിട്ട് ഇങ്ങനെ തട്ടി നോക്കാന്നല്ലാതെ അവൾക്ക് അതിനെ പിടിക്കാൻ സാധിക്കില്ല. അവനതിനെ പിടിക്കും. അവനതിനെ പിന്നാലെ നടന്നതിനെ പിടിക്കുന്നുണ്ട്. ബക്കറ്റിലേക്ക് എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. പൊക്കി പിടിച്ചേ